എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയാലോ. പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. നമുക്ക് മെഷറിംഗ് കപ്പ് വേണം. ഇതാണ് മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കപ്പായാലും മതി. കപ്പിന് സാധാരണ 250 ഒരു കപ്പായിരിക്കണം നമ്മുടെ സാധാരണ കപ്പ് എന്ന് പറയുന്നത്, അതായാലും മതി. പിന്നെ ഇതാണ് വിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കായാലും മതി. പിന്നെ വേണ്ടത് ഒരു മരത്തടി, നമ്മുടെ സാധാരണ മരത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്പാച്ചുലയാണ്. പിന്നെ 2 പാത്രം, അതിനകത്തൊട്ടും തന്നെ വെള്ളം ഇല്ലാത്തതായിരിക്കണം 2 പാത്രം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. സാധാരണ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, പക്ഷേ നമുക്ക് ഹാൻഡ് മിക്സറിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ്. ഞാൻ നേരത്തെ ഗോതമ്പൊടി വെച്ചുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കുക. ഇതിപ്പോൾ ഞാൻ മൈദാപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് നമ്മുടെ മൈദാപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 1.5 കപ്പ് മൈദാപ്പൊടിയാണ്. അതുപോലെ 100 ഗ്രാമിൻ്റെ ബട്ടർ, അത് സാൾട്ടഡ് ആയും കുഴപ്പമില്ല അൺസാൾട്ടഡ് ആയും കുഴപ്പമില്ല. 100 ഗ്രാം ബട്ടർ, പിന്നെ 3 മുട്ട. ഇതൊക്കെ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിരിക്കുക. കാരണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കേണ്ട, നമുക്ക് റൂം ടെമ്പറേച്ചർ തന്നെ വെച്ചിരിക്കണം. ഇത് ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഓറഞ്ച് നീരിനകത്ത്, നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതിനായിട്ട് സോക്ക് ചെയ്ത് വെച്ചത് ഒരു 5 തൊട്ട് 8 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ രാവിലെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അത്ര നേരത്തെ ആവശ്യമേ ഉള്ളൂ. റമ്മിനകത്തൊന്നും സോക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഓറഞ്ചിൻ്റെ നീരിനകത്ത് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ കൈ കിട്ടിയ എല്ലാ ഫ്രൂട്ട്സും അതിനകത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതലും ഉണക്കമുന്തിരി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വേണ്ടത് ബ്രൗൺ കളറുള്ള ഷുഗറാണ്. ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ മതി. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ ഷുഗർ ആയാലും മതി. പിന്നെ നിങ്ങൾ അതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല തരിതരിയായിട്ട് പൊടിഞ്ഞിരിക്കണം. തരിതരിയാണെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ അത് പെട്ടെന്ന് യോജിക്കത്തില്ല, അതുകൊണ്ടാണേ. അപ്പോൾ നല്ലതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട് ജാം. ഞാൻ കിസാൻ്റെ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു ചെറുനാരങ്ങ നീര്. ഒരു ചെറുനാരങ്ങ നീരിൻ്റെ 1 ടീസ്പൂൺ നീര് മതിയായിരിക്കും. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിലും ഉപയോഗിക്കാം. ഒലിവ് ഓയിലും വേണ്ട കേട്ടോ, അത് നമുക്ക് വേറെ ഏത് ഓയിലും വേണം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനൊരു സാധാരണ ഷുഗർ ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. അത് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാക്കിയിട്ട് നന്നായിട്ട് കരിച്ചെടുക്കണം. ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഡയറക്റ്റ് നമ്മൾ അടുപ്പത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു മരത്തവി ആണെങ്കിൽ മരത്തവി എടുത്തിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഷുഗർ വെള്ളം പോലായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ട്, സാധാരണ ഞാൻ മറ്റേ ഒരു ഗോതമ്പിൻ്റെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത്, ഗോതമ്പിൻ്റെ കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു 1 ടീസ്പൂൺ വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിനകത്ത് നമുക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് തന്നെ ഡയറക്റ്റ് തന്നെ നമ്മൾ പഞ്ചസാര ഇതുപോലെ കറുപ്പിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, വെള്ളമായി വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഒരു മരത്തവി വെച്ച് ഇതേപോലെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു കറുത്ത കളറാവണം. ഇതിപ്പം ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ കളറല്ലേ ആയിട്ടുള്ളൂ. ഇതിനേക്കായി നന്നായിട്ടൊന്ന് കറുത്ത് വരണം. പക്ഷേ നിങ്ങൾ തീ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് കുറച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പുക വരാനുള്ള ചാൻസ്, അതുപോലെ ഇങ്ങനെ ഒരു പുകയുടെ രുചി വരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൈ എടുക്കാണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് ഒട്ടും തന്നെ അടുക്കി പിടിക്കാണ്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പത്തുനിന്ന് ജസ്റ്റ് ഇതൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു കളറായി കഴിയുമ്പോൾ നമുക്കത് ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു കളറും മാറി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറായി കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അനുവദിക്കാം. ജസ്റ്റ് ഒന്ന് കൂളായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ച് തന്നെ, അതായത് സാധാരണ നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ആ വെള്ളം ഒഴിക്കുന്നത്. ആ സമയത്തേക്ക് അങ്ങനെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴാനുള്ള ചാൻസും പിന്നെ ഭയങ്കര സൗണ്ടും ഒക്കെ ആയിരിക്കും. മറിച്ച് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട്
ജസ്റ്റ് 1 മിനിറ്റ് നേരെങ്കിലും ഒന്ന് കൂളായതിനു ശേഷം മാത്രം നമ്മൾ ഈ ചൂടുവെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈ പൊട്ടിത്തെറിയും കയ്യിലേക്ക് വീഴുകയും ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 1 കപ്പ് വെള്ളമാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളമാണിത്. കണ്ടില്ല ആവിയൊക്കെ വരുന്നത്. ഞാൻ വേറെ അടുപ്പിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ച വെള്ളമാണ്. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ ഒട്ടും തന്നെ കയ്യിലൊന്നും തെറിക്കുന്നില്ല. ജസ്റ്റ് ആ ഒഴിക്കും സമയത്തൊരു ചെറിയൊരു സൗണ്ട് കേൾക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് പൊട്ടിയൊന്നും തെറിക്കത്തില്ല. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ജസ്റ്റ് 1/2 കപ്പായിട്ട് വറ്റിച്ചെടുക്കാം. അതായത് അങ്ങനെ വറ്റിച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ സിറപ്പ് കുറുകി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷുഗർ സിറപ്പ്. അതായത് നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് അത് പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നന്നായിട്ട് കുറുകിയ ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിക്സുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ മാറ്റാൻ വേണ്ടി ഒട്ടും തന്നെ പാടില്ല. നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോൾ തന്നെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മഞ്ഞ പൊട്ടി ആ വെള്ളയ്ക്കകത്ത് അതായത് യോജിക്കാണ്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയായിരിക്കും. ജസ്റ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഷെല്ലൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ മുട്ടയുടെ വെള്ള സെപ്പറേറ്റായി കിട്ടുകയും ചെയ്യും. മഞ്ഞ നമുക്ക് സെപ്പറേറ്റ് മാറ്റുകയും ചെയ്യാം. ഇതേപോലെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒന്നിച്ച് ഇടാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഹാർഡ് ആവാണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള മുട്ടയും കൂടെ ഞാൻ ഇതുപോലെ മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും സെപ്പറേറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ളം എടുക്കുന്ന പാത്രം ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസ് ആണ്. ഇതെല്ലാം കൂടെ 1 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനമൻ്റെ പൗഡർ അതൊരു 1/4 ടീസ്പൂണ്, അതുപോലെ ഗ്രാമ്പു പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, അതുപോലെ തന്നെ ജാതിക്കയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ എല്ലാം കൂടെ 1 ടീസ്പൂണ്. അങ്ങനെയാണ് ഞാൻ ഈ പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഈ സ്പൈസസ് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. അപ്പോൾ ഒരു ബോൾ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 100 ഗ്രാം ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് വെളിച്ചെണ്ണയല്ല, നമ്മുടെ വെജിറ്റബിൾ ഓയിൽ. ആ വെജിറ്റബിൾ ഓയിൽ നമുക്കവിടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ 100 ഗ്രാം ബട്ടറും. അപ്പോൾ ബട്ടർ സാൾട്ടഡ് ആവാം അൺസാൾട്ടഡ് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. നിങ്ങളുടെ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നാട്ടിലൊന്നും അങ്ങനെ ഹാൻഡ് മിക്സർ എല്ലാണ്ടെങ്കിൽ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ആയാലും മതിയായിരിക്കും. ഫോർക്ക് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അത് ഫോർക്കും ഇല്ല വിസ്കും ഇല്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ വെച്ച് വേണമെങ്കിലും ജസ്റ്റ് ഇതുപോലെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്രൗൺ ഷുഗർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ. ഈ പ്ലം കേക്കിന് അധികം മധുരം വരുന്നില്ല കേട്ടോ. ബ്രൗൺ ഷുഗർ ചേർക്കുന്നതുകൊണ്ട് തന്നെ വലിയ അങ്ങ് നമ്മൾ മധുരം മുന്നിൽ നിൽക്കത്തില്ല. പക്ഷെ എല്ലാം കൂടെ നല്ലൊരു പാകത്തിലായിരിക്കും. ഇപ്പം ഞാൻ ബ്രൗൺ ഷുഗറും നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് നേരം എടുക്കും കേട്ടോ. നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം കൈ വെച്ച്. ഹാൻഡ് മിക്സർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ടയുടെ ആ മഞ്ഞ കളറുണ്ടല്ലോ, മഞ്ഞക്കുരു, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കണ്ട. ഒരു 3 വട്ടമായിട്ട് ഓരോ കരുവായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുട്ടയുടെ ആ 3 മഞ്ഞക്കരുവും നമ്മുടെ ബട്ടറും വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ ആ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ ഓറഞ്ച് ജ്യൂസിനകത്ത് കുത്തി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ക്യാൻബറീസ്
പിന്നെ ബദാം, പിസ്ത, വാൽനട്ട്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സുകളുണ്ടോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിന് തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. അത് നമ്മുടെ നട്ട്സൊക്കെ നന്നായിട്ട് റിച്ച് ആയിട്ട് എടുത്തുള്ള കേക്കാണിത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് നട്ട്സ് ഞാൻ മാറ്റി വെക്കുകയാണ്. അതിനകത്തുനിന്ന് എല്ലാ ജ്യൂസൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് സെപ്പറേറ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ മൈദാപ്പൊടി ഇട്ട് നമ്മൾ ഈ നട്ട്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് ഈ മാവിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ നട്ട്സ് എല്ലാം ഏറ്റവും താഴെ പോയി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബേക്കായി കഴിയുമ്പോൾ ഇതെല്ലാം താഴെ പോയി കിടക്കും. മറിച്ച് ഇതുപോലെ നമ്മൾ പൊടിയിലൊന്ന് മിക്സ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നട്ട്സ് കിട്ടും. അതായത് മുകളിലെല്ലാം നന്നായിട്ട് പൊങ്ങിക്കിടക്കും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈവനായിട്ട് നമ്മുടെ നട്ട്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നട്ട്സ് താഴെയും കിടക്കും, അതുപോലെ ഈ പൊടി ചേർത്ത നട്ട്സ് എല്ലാ ഭാഗത്തേക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റ് ഇതുപോലെ പൊടിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ നട്ട്സും ഇതുപോലെ പൊടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ പക്ഷേ എല്ലാം ചേർക്കുന്നില്ല, കുറച്ചെടുത്ത് മാറ്റിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ ബാക്കി ആ ജ്യൂസും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരമൽ സിറപ്പ് കണ്ടില്ലേ, ഇപ്പോൾ നല്ല കുറുകി വന്നത് കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടറും വെജിറ്റബിൾ ഓയിലും ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ 3 മുട്ടയുടെ മഞ്ഞക്കരുവിടെ അടിച്ചെടുത്ത മിക്സാണ്. അതിനകത്തേക്കാണ് നമ്മൾ ഈ കാരമലൈസ്ഡ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചത് ഏകദേശം ഒരു 1/2 കപ്പായിട്ട് മാറിയിട്ടുണ്ട്. നല്ലതായിട്ട് ഷുഗറി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ, നല്ലതായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കറുത്തും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഓർക്കുക, നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ മിക്സിനകത്തേക്ക് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മിക്സ് ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അത് മാത്രം നിങ്ങളത് പ്രത്യേകിച്ച് ഓർത്തിരുന്നാൽ മാത്രം മതി. നമുക്കിനി അത് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിക്സ്ഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കണം. അതായത് 1 ടീസ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം. ഇനി നമുക്ക് നമ്മുടെ വിസ്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മരത്തിൻ്റെ ആ തവിയുണ്ടല്ലോ, അത് വെച്ച് വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ആവത്തില്ല കേട്ടോ. ഇനി വിസ്ക് ആകുമ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ കയറിയിരിക്കും നമ്മുടെ ആ ജാം. അപ്പം മരത്തിൻ്റെ ആ തവി വെച്ചാവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ മിക്സ് ചേർത്ത് കൊടുക്കണം. ഡ്രൈ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈദാപ്പൊടി. അപ്പോൾ മൈദാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണുമാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസിൻ്റെ പൗഡറും എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൗഡറിന്, അതായത് മൈദപ്പൊടിക്കകത്ത് തന്നെ എല്ലാം നല്ലതായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ പൊടികളെല്ലാം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് അരിച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിനോട് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്കത് ഇതിനകത്തേക്ക് സീവ് ചെയ്ത് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സിനകത്തോട്ട് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ബാച്ച് ബൈ ബാച്ചായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതായത് ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ നട്ട്സ് ഇല്ലേ, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നട്ട്സ്, അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പൊടി ഇടാം. എന്നിട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങനെ കുറച്ചായിട്ട് നമുക്ക് പൊടിയും ആ നട്ട്സും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പൊടിയിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള നട്ട്സ് എല്ലാം കുതിർത്ത് വെച്ചിരുന്നില്ലേ, അതും എല്ലാം ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സ് കുതിർത്തിരുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നില്ല നാരങ്ങ നീരെടുക്കുന്ന കാര്യം, അത് നമുക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് പൊടി ഒട്ടും തന്നെ ഇരിക്കാതെ എല്ലാ ഭാഗത്തും ആ പൊടി നന്നായിട്ട് മിക്സ് ആവണം. അതേപോലെ നമുക്ക് ജസ്റ്റ് ഇതേപോലെ വളരെ ഭയങ്കര സ്പീഡിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് പതുക്കെ വളരെ സ്ലോലി വേണം നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇതേപോലെ നമ്മുടെ ആ തവി വെച്ച് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം.
തവിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുലയാണെന്നുണ്ടെങ്കിൽ സ്പാച്ചുല ആയാലും മതിയായിരിക്കും കേട്ടോ. തവിയായിരിക്കും ഇച്ചിരി ഏറ്റവും നല്ലത്, കാരണം നല്ല കട്ടിയുള്ള തവിയാകുമ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് കറക്കി നമുക്ക് ആ തവി മാറ്റിയിട്ട് സ്പാച്ചുല എടുക്കാം. സ്പാച്ചുല ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ ഒരു സ്പൂണായാലും മതിയായിരിക്കും. അപ്പോൾ സ്പാച്ചുല വെച്ച് നമുക്ക് ജസ്റ്റ് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് ഫോൾഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ താഴേന്ന് എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം. അത് നമ്മുടെ വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് അത് പതഞ്ഞ് കിട്ടും. ഹാൻഡ് മിക്സറുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ മുട്ട ജസ്റ്റ് ഒന്ന് ഞാൻ അതുപോലെ പതപ്പിച്ചെടുത്തായിരുന്നു. അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് ആദ്യം നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കറക്കുവാണെങ്കിൽ ഇതേപോലെ നല്ല ഫോമായിട്ട് കിട്ടും. അതെന്താ നമ്മൾ ആ മിക്സിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഭയങ്കര വിഗറസായിട്ട് നമുക്കിത് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഇതേപോലെ പതുക്കെ വേണം നമ്മളിത് ഫോൾഡ് ചെയ്ത് ആ മുട്ടയുടെ വെള്ളയും എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളം ഇതേപോലെ സെപ്പറേറ്റ് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ മുട്ടയുടെ വെള്ളം ഞാൻ സെപ്പറേറ്റ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് മിക്സ് ചെയ്താലും മതിയായിരിക്കും. അത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കേക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തത്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഒന്നിച്ചായാലും മതിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കേക്ക് ടിന്ന് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ 6 ഇഞ്ചിൻ്റെ ആകുമ്പോൾ ഇത് 6 ഇഞ്ചിൽ അല്ല, ഇത് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഈ 5 ടിന്നിൻ്റെ കേക്ക് ടിന്നകത്ത് ഏകദേശം ഒരു 3 കേക്ക്, അത് ഇതുപോലത്തെ 3 കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ടോട്ടൽ വന്നിട്ടുമ്പോൾ ഒരു 1.5 കിലോയുടെ കേക്കിൻ്റെ കണക്കാണിത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റർ 2 പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ 2 എണ്ണത്തിലാണ് കാണിക്കുന്നത്. ബാക്കി അല്ലാത്ത പാത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഒഴിച്ചു കൊടുത്തത് ഈ നടുഭാഗം ഉണ്ടല്ലോ, നടുഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് ബേക്കായി വരുമ്പം നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അതല്ലെന്നുണ്ടെങ്കിൽ കേക്കിന് നടുഭാഗം പൊങ്ങിയും സൈഡ് താഴ്ന്നു ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ നമ്മളിങ്ങനെ 2 സൈഡിലോട്ട് മാറ്റി കൊടുത്ത് നടുഭാഗത്ത് ചെറിയൊരു കുഴി പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പം നല്ല ഫ്ലാറ്റ് കേക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാറ്റർ ഞാൻ എല്ലാ പാത്രത്തിലോട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവന് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനകത്ത് ഏകദേശം 45 മിനിറ്റ്സ്, അതായത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 45 മിനിറ്റ് നേരം ബേക്ക് ചെയ്ത കേക്കാണിത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇതിപ്പോൾ ഞാൻ കൂളിംഗ് റാക്കിൽ വെച്ച് അതായത് 45 മിനിറ്റ് നേരം ബേക്ക് ചെയ്തതിന് ശേഷം കൂളിംഗ് റാക്കിൽ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് കൂളായിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടി ഇതേപോലത്തെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂവറോ എടുത്തിട്ട് നടുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ തിരിച്ച് എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം. ഞാൻ ബാലൻസ് വന്ന കേക്ക് ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നതാണ് ഒഴിച്ചു വെച്ചിരുന്നത്, കണ്ടല്ലേ. അങ്ങനെ അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം വളരെ എളുപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലം കേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പ്ലം കേക്കാണ്. നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ്. കാരണം നമ്മൾ ധാരാളം നട്ട്സൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരം എന്ന് പറയുന്നത് അധികം ഒന്നും മധുരമില്ല. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചെടിക്കുക എന്ന് പറയുന്നില്ല, അത് പെട്ടെന്ന് തന്നെ നമുക്ക് മതിയും തോന്നലുണ്ടാവില്ല. അങ്ങനത്തെ മധുരമല്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെയുള്ളൊരു പ്ലം കേക്കാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.